ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 9, 3 ശ്ലോകങ്ങൾ കഴിഞ്ഞു. 4-ാമത്തെ ശ്ലോകം. ബ്രഹ്മാവ് ഭഗവാന്റെ നാഭിയിൽ നിന്നും ആദിപുരുഷനായിട്ട് ജനിച്ചു. തൻ്റെ ആധാരം എന്താണ് എന്നറിയാനായി താമരപ്പൂവിനെ കണ്ടപ്പോൾ അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്ന് അന്വേഷിക്കാനായി ആ താമരനാളത്തിലൂടെ താഴോട്ടിറങ്ങാണ്. ആദ്യം തൻ്റെ 4 തലയും 8 വിടർന്ന കണ്ണുമൊക്കെ കൊണ്ട് നോക്കിയിട്ട് ശ്രമിച്ച് കിട്ടിയില്ല. ഒടുവിൽ എന്നാലും ഞാൻ കണ്ടുപിടിക്കും എന്നുള്ള വിചാരത്തിൽ തൻ്റെ യോഗശക്തി കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും ആ താമരനാളത്തിൻ്റെ ഉള്ളിൽ കൂടെ താഴോട്ടിറങ്ങി. എത്ര ശ്രമിച്ചിട്ടും കാണാൻ സാധിച്ചില്ല എന്നാണ്. ഭഗവാന്റെ ശരീരം അവിടെ നിന്നാണല്ലോ ഈ താമരപ്പൂവ് ഉത്ഭവിച്ചിട്ടുള്ളത്. അത് കാണാൻ ബ്രഹ്മാവിന് കഴിഞ്ഞില്ല. ഇനി 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ആ താമരനാളത്തിൻ്റെ ഓരോ ഇങ്ങനെ കുഴലിൽ കൂടിയും ഇറങ്ങി നോക്കി. അങ്ങനെ വർഷം 100 100 സംവത്സരക്കാലം ബുദ്ധിമുട്ടി, എന്നിട്ടും കണ്ടില്ല. അപ്പോൾ നിരാശനായി. പോരാ, എൻ്റെ ബുദ്ധിശക്തിയും യോഗശക്തിയൊന്നും പോരാ ഇതിനെ എന്ന് മനസ്സിലായിട്ട് തിരിച്ചു പോന്ന് തനിക്ക് ഭഗവാൻ വിധിച്ചിട്ടുള്ളതായ ആ കമലോദരത്തിൽ താമരപ്പൂവിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. സുഖമായി ചമ്രം പടിഞ്ഞിരുന്ന് ഭഗവാന്റെ അനുഗ്രഹമില്ലാണ്ട് ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായിട്ട് ഭഗവാനെ ധ്യാനിക്കാൻ തുടങ്ങി എന്നാണ് ഈ 4-ാമത്തെ ശ്ലോകം. ശ്ലോകം നോക്കാം. തദാ സകലനാളികാ വിവരമാർഗഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി ന ഏവ സംദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധി സമാധിബലമാദധേ ഭവദനുഗ്രഹൈകാഗ്രഹീ. അർത്ഥം നോക്കാം. തഥാ എന്ന് പറഞ്ഞാൽ അനന്തരം, താമരനൂലിനുള്ളിൽ പോയി തിരഞ്ഞിട്ടും കിട്ടാതെ വന്നപ്പോൾ. തഥാ സകല നാളികാ വിവരമാർഗഗോ മാർഗയൻ, നാളിക ഓരോ ദ്വാരങ്ങൾ വഴിയും താഴോട്ടിറങ്ങി. സകല നാളിക വഴി ഒന്നുകൂടെ ഇറങ്ങും, കാണില്ല. അപ്പോൾ തിരിച്ചു വന്ന് 2-ാമത്തെ കുറേ ഇങ്ങനെ കുഴൽ പോലെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ താമരത്തണ്ടിൻ്റെ ഓരോ ദ്വാരങ്ങൾ വഴിയും പോയി താഴോട്ട് ഇറങ്ങി അന്വേഷിച്ചു. തഥാ സകല നാളികാ വിവരം, ആ വിവരം എന്ന് പറഞ്ഞാൽ ദ്വാരം, ദ്വാരത്തിൽ കൂടി മാർഗയൻ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു. അന്വേഷിച്ചിട്ടും ശതവത്സരം പ്രയസ്യ, 100 കണക്കിന് വത്സരങ്ങൾ പ്രയത്നിച്ചു, കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. തനിക്ക് സാധിക്കും, താൻ തന്നെ കണ്ടുപിടിച്ചുകൊള്ളും എന്ന് വിചാരിച്ച് പ്രയത്നിച്ചു. ഇത് പുറത്തുള്ള ഒരു രൂപമാണെന്ന് കരുതിയിട്ടാണ് ബ്രഹ്മാവ് ശ്രമിച്ചത്. പക്ഷേ കിമപി ന ഏവ സംദൃഷ്ടവാൻ, ഒന്നും തന്നെ കണ്ടില്ല. കിമപി ന സംദൃഷ്ടവാൻ, ഒന്നും കാണാൻ ബ്രഹ്മാവിന് സാധിച്ചില്ല. നിവൃത്യ, ഉടനെ എന്ത് ചെയ്തു? പിന്തിരിഞ്ഞു, എല്ലാ പ്രയത്നവും നിർത്തി. കമലോദരേ സുഖനിഷണ്ണ, കമലത്തിൻ്റെ മധ്യത്തിലായിട്ട് ആ താമരപ്പൂവിൻ്റെ നടുവിൽ മുൻപ് ഭഗവാൻ തന്നിട്ടുള്ള ആ സ്ഥാനത്ത് തന്നെ വന്നിരുന്നു. സുഖനിഷണ്ണ, സുഖമായിട്ട് സുഖാസനത്തിൽ ചമറൊക്കെ പടിഞ്ഞ് അവിടെ ഇരുന്നു. ഏകാഗ്രതി, അതാണ് ഏറ്റവും പ്രധാനം. ബുദ്ധിയെ ഏകാഗ്രമാക്കി നിർത്തി. പുറത്തേക്ക് ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ബുദ്ധിയെ ഉള്ളിലേക്ക് തിരിച്ചു. സമാധി ബലം ആദതേ, എന്നിട്ട് ബലമുള്ള സമാധിയിൽ ആ ബ്രഹ്മാവ് സ്ഥിതി ചെയ്തു. ഭഗവദനുഗ്രഹ ഏക ആഗ്രഹി, അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉറവിടം കാണിച്ച് കൊടുക്കണമെന്നോ താമരപ്പൂ എവിടെ നിന്നാണ് ഉണ്ടായതെന്നോ ഒന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഏക ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരേ ഒരു ആഗ്രഹം. എന്തായിരുന്നു? ഭഗവത് അനുഗ്രഹം. ഗുരുവായൂരപ്പ, അങ്ങയുടെ അനുഗ്രഹം തന്നെ വേണം എന്നല്ലേ ആ ബ്രഹ്മാവ് ആഗ്രഹിച്ചത്. ബാക്കിയെല്ലാം കളഞ്ഞു. ഇനി എൻ്റെ യോഗശക്തിയും ബുദ്ധിശക്തിയും ബലവും
കാലവും ഒന്നും കാര്യമില്ല, കുറേ കാലം ഞാൻ വെറുതെ കളഞ്ഞു. ഇനിയെങ്കിലും ഞാൻ ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കട്ടെ, അതുമാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ, അതുവഴിയേ ഞാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുള്ളൂ എന്ന കാര്യം ബ്രഹ്മാവിന് വ്യക്തമായി. നമ്മളും അതുതന്നെയാണ് വേണ്ടത്. അത്ഭുതമായിട്ടുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്, ഭഗവാന്റെ അംശം തന്നെ. അതിനെ കണ്ടെത്തുന്നതിലേക്കുള്ള യാത്രയാണ് ഈ ആധ്യാത്മിക യാത്ര. ശാസ്ത്ര പഠനങ്ങളും സ്വാധ്യായവും സദ്ഗ്രന്ഥപാരായണവും ഒക്കെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ട് തന്നെ അറിയുക എന്നുള്ള ആ സത്യം, ജന്മലക്ഷ്യം, അതിലേക്കുള്ള വഴിവിളക്കാണ് ഈ അമ്പലത്തിൽ പോക്കും വീട്ടിലെ വിഗ്രഹത്തിന് പൂജിക്കലും മാലയിടലും ചന്ദനം തൊടലും എല്ലാതും അതിലേക്കുള്ള ഓരോ പടികളാണ്. നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഈ സാന്ദ്രാനന്ദാവബോധം ഉള്ളിലുള്ളതെന്ന് ഭട്ടതിരിപ്പാട് തന്നെ പലപ്പോഴും പറയും. ഇപ്പോൾ ഇവിടെ തന്നെ ബ്രഹ്മാവ് എത്ര കാലം വെറുതെ കളഞ്ഞു, പുറത്ത് അന്വേഷിച്ചുകൊണ്ട് 4 തലയും 8 കണ്ണും 100 വർഷവും കൊണ്ട് ഇങ്ങനെ തിരഞ്ഞു, പക്ഷേ കണ്ടില്ല. അവസാനം ബ്രഹ്മാവിന് ബോധമുണ്ടായി, പുറത്തല്ല വേണ്ടത്, ഒരു ദ്വാരം വഴിയും ഇനി പോയി അന്വേഷിക്കേണ്ട, എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ കണ്ടെത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് സമാധിയിലൂടെ, ഏകാന്ത ധ്യാനത്തിലൂടെ, വേറൊന്നും എനിക്ക് വേണ്ട, ഭഗവാന്റെ അനുഗ്രഹം മാത്രം മതി എന്ന് വിചാരിച്ച് സമാധിയിൽ മുഴുകി. തഥാ സകലനാളികാ വിവരം, പിന്നീട് അനന്തരം കാണാതിരുന്നപ്പോൾ ബ്രഹ്മാവ് ഒന്നും കൂടി ശ്രമിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് താമരത്തണ്ടിൻ്റെ ഓരോ ദ്വാരത്തിൽ കൂടിയും താഴോട്ടിറങ്ങി വീണ്ടും മാർഗയൻ അന്വേഷണം തന്നെ തുടർന്നു. എവിടെ ചെന്നാലാണ് കണ്ടെത്തുക എന്ന് കരുതിയിട്ട് പ്രയസ്യ ശതവത്സരം, 100 വർഷത്തോളം അല്ലെങ്കിൽ 100 കണക്കിന് വർഷങ്ങൾ പ്രയത്നിച്ചു, കണ്ടെത്താനായിട്ട് വളരെ ശ്രമിച്ചു. പക്ഷേ കിമപി നൈവ സംദൃഷ്ടവാൻ, ഒന്നും തന്നെ അന്വേഷിക്കുന്നതിന് തെളിവ് കിട്ടുന്ന ഒരു വസ്തുവിനെയും കിട്ടിയില്ല. എവിടെ നോക്കിയാലും ഒരേപോലെയുള്ള വെള്ളവും മാത്രമേ കണ്ടുള്ളൂ. നിവൃത്യ, അങ്ങനെ ഒരു കാര്യം ബ്രഹ്മാവ് ചെയ്തു. ഇനിയും സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു പോന്നു. അതാണ് നിവൃത്യ. കമലോദരെ സുഖനിഷണ്ണ, കമലത്തിൻ്റെ ഉള്ളിൽ പങ്കജത്തിൻ്റെ നടുവിലായിട്ട് പത്മജൻ ഇരുന്നു, സുഖമായിട്ടിരുന്നു. ഏകാഗ്രധി, മനസ്സിനെ ഏകാഗ്രമാക്കി, ബുദ്ധിയെ ഉറപ്പിച്ചു. സമാധി ബലമാധതേ, സമാധി അവസ്ഥയിലേക്ക് എത്തി. അഷ്ടാംഗയോഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പടിയായിട്ടുള്ള സമാധി അവസ്ഥയിലിരുന്നു. ഒരേ ഒരു ആഗ്രഹം മാത്രമാണ് ഉള്ളിലുണ്ടായിരുന്നത്, ഭവദനുഗ്രഹ ഏകാഗ്രഹി, ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് തരണേ എന്ന ഒരേ ഒരു ആഗ്രഹത്തോടു കൂടി സമാധി അവസ്ഥയിൽ ബ്രഹ്മാവ് ഇരുന്നു. നമുക്കും ഇവിടെ മനസ്സിലാക്കാം, നമ്മളുടെ ഈ ഭൗതികമായിട്ടുള്ള പ്രയത്നം കൊണ്ട്, നമ്മുടെ ശരീരം എടുക്കുകൊണ്ടും സമ്പത്ത് കൊണ്ടും സ്വാധീനം കൊണ്ടും ഒക്കെയുള്ള ആ പ്രയത്നങ്ങൾ കൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾ ലഭിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ ഭഗവത് ദർശനം വേണോ, തൻ്റെ ഉള്ളിലാണ് ഭഗവാനുള്ളത് എന്നറിഞ്ഞിട്ട് അങ്ങോട്ട് തിരിയുക തന്നെ വേണം. ഭഗവാന്റെ അനുഗ്രഹം വേണം അങ്ങനെ ഒരു നീക്കം ചെയ്യാനായിട്ട്. ഇവിടെ ബ്രഹ്മാവും ഇതാ 100 കണക്കിന് വർഷങ്ങൾ പോയതിന് ശേഷമാണ് നിവൃത്യ, പിന്തിരിഞ്ഞത്. ഇതല്ല ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ബുദ്ധി ഉണർന്നത്. അപ്പം എന്ത് കാര്യം വിജയിക്കണമെങ്കിലും ഏകാഗ്രത വേണം എന്നും ഇതിൽ മനസ്സിലാക്കാം. കുശാഗ്രബുദ്ധി എന്ന് പറയില്ലേ, കുശത്തിൻ്റെ അറ്റം, കുശപ്പുല്ലിൻ്റെ അറ്റം എങ്ങനെയാണ്, സൂചി പോലെ നേർത്തതാണ്. അറ്റത്തേക്ക് പോകുന്തോറും അതിങ്ങനെ കൂർത്ത് വരും. അതുപോലെ സൂക്ഷ്മമാവണം നമ്മളുടെ ശ്രദ്ധ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടുകൂടി, പൂർണ്ണമായ ശ്രദ്ധ അതിൽ